പിന്നെ കർമ്മല പള്ളിയിലെ കിണറുകളാണ് ഇവിടെ നടക്കുന്നത്. യുവജനങ്ങളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു അച്ഛന്റെ നേതൃത്വത്തിൽ. അച്ഛന്റെ നേതൃത്വത്തിൽ ഗോപ്രാസ്റ്റ് കെന്റി പോടാ ഈ കെല്ലിട്ടോ കിണറിന്റെ അടിയിലെ വീഡിയോ എടുക്കണോ? അച്ഛൻ കൈക്കാരനാണ് പള്ളിയുടെ. ഇത് KCMന്റെ ആരവമാണ്, അവനും ആരവമാണ്. അതിന്റെ അകത്ത് അവസാനം പറഞ്ഞ ഞാൻ പറയും ഉള്ള പിള്ളമാർക്കൊന്നും ഇറങ്ങാൻ അറിയത്തില്ല. ഒരു ധൈര്യം ഇല്ലാത്തമാരാണ് എല്ലാ പിള്ളേരും വക്കന്മാരായി നോക്കിയിരുന്നു. അപ്പച്ചനാണ് എന്നിട്ട് ഇറക്കി. അത് തോണം കൊട്ടി പിടിച്ചിരിക്കുന്നു. ഞാൻ രണ്ടുപേടെ ഇറങ്ങി പേടിച്ചു പറിച്ചു. സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഞണ്ട് അതിന്റെ ബാക്കിയുള്ള ഇന്ത്യൻ ആർമിയുടെ അഭിമാനം ഇതാ. ഗുണാക്കേവുകളിൽ ഇറങ്ങി പരിചയമുള്ള പരിചയസമ്പത്ത്. രണ്ട് റൗണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. കാല് പറിച്ചു. നിനക്ക് ഇറങ്ങാൻ പറ്റുമോ? പടച്ചോട്ടി ചോട്ടി ഇറങ്ങിയ പോലെ എന്നാ പടച്ചോട്ടി ഇറങ്ങിയ പോലെ നീ ഇറങ്ങിക്കോ, നിന്നെ വലിച്ചു കയറ്റിക്കോളാം. ഗൈസ്, അച്ഛൻ പറയുന്ന കേട്ടില്ലേ, ഞാൻ ഇറങ്ങണം പോലും. എന്ത് ചെയ്യ മോട്ടർ വലിക്കുവാണ്. മോട്ടറിനകത്ത് ചപ്പ് കുടുങ്ങിയതാണ്. ഒരു ചപ്പ് കുടുങ്ങി മോട്ടർ വീണ്ടും ഇറക്കുകയാണ്. മെല്ലെ ഇറക്കി കൊടുക്കണം. കൊച്ചാപ്പി ഒറ്റയ്ക്ക് ഇറക്കിക്കോളൂന്ന് പറഞ്ഞു. കണ്ട മസിൽ പൂച്ചമസി അബിയുടെ വയറിറങ്ങി പോയി. എത്തിയോൾ നോക്കിയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഷാരോണേ, മോട്ടോർ ഓണാക്കിയോ? ഷാരോണാണ് മെയിൻ ഇലക്ട്രിക്കൽ പരിപാടിയായിട്ട് ഷാരോ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. കണക്ഷൻ എല്ലാം ഷാരോന്റെ നേതൃത്വത്തിലാണ്. ഓക്കെടാ. 2 മോട്ടർ ഇട്ടിട്ടാണ് വെള്ളം വലിക്കുന്നത്. അത്രയ്ക്ക് വെള്ളമായിരുന്നു. ഇവിടെ സാധാരണ ഒരു പട എന്ന് പറഞ്ഞാൽ 3 കല്ലോളം വരുന്നത്, പക്ഷെ ഇവിടെ 4 കല്ല് വെച്ച് കയറ്റിയേക്കുന്നത്. ഭയങ്കര ഹൈറ്റാണ് ഒരു പടയ്ക്ക്. അപ്പം 3 പടയോളം വെള്ളം ഉണ്ടായിരുന്നു. അതായത് 4 കല്ല് വെച്ച് കയറ്റിയിട്ടാണ് ഒരു പട വന്നേക്കുന്നത്. കോയിക്കലാടൻ ബേബി സാറിന്റെ ഏറ്റവും പുത്രനാണ്. വെറുതെ ഒന്നാമത് പറയല്ലേ, കിണറ്റിൽ ഇറങ്ങാൻ വേണ്ടി വന്നു. എങ്ങനെ പറയാൻ അങ്ങനെ ഇതാ കയറുണ്ടോ? ആ കയറ് നമ്മുടെ മറ്റൊരു കിണറാണിത്. ഈ കിണറെന്ന് വെച്ചാൽ നെല്ലിപ്പലകയെല്ലാം ഇട്ട കിണറാണ് ഗൈസ്. അങ്ങനെ ഒരു പലകയുണ്ട്, പറഞ്ഞു കേട്ടതോളം. ഒരു പണി എടുക്കാതെ ക്യാമറ കിട്ടി ഇവിടെ അതിനകത്ത് ആയിപ്പോ അല്ലേ? ഒന്നും ചെയ്യണ്ടല്ലോ, അവിടെ ഇത് മൊത്തം പൈപ്പാണല്ലോടെ. ഇതാ മോനെ കിണർ തേകാൻ വന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇത് ഇന്ത്യൻ ആർമി, ഇത് കേരള ആർമി. ഹായ് പറയടാ. 2 ബക്കറ്റ് ഉണ്ട്. എടുത്തിടാ ഭയങ്കര കഷ്ടപ്പാടിലാണ്. വിടണോ? അത് പുഴ പോകാൻ ആഗ്രഹം നീന്തിക്കണം. ആ കോമഡിയൊക്കെ എടുക്കത്തില്ലേ?
ക്ലോസ് അതായത് നമ്മള് വെള്ളിലേക്ക് നമ്മൾ രണ്ടും കൂടെ ഇവിടെ വന്ന് സെയിം കാണില്ല. വീട്ടിൽ പോയിട്ട് വീടിന്റെ വെള്ളിലേക്ക് വഴി നടക്കുന്നത്. നീ തന്നെ കോപ്പറ പിടിക്കുന്നത് നിന്റെ മോൻ കാണുന്നില്ല കേട്ടോ. കോമഡി പറയുന്നു. ഇത് മുണ്ടൻ 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 രണ്ടു പ്രാവശ്യം മുണ്ടനെ ഇവിടെ വലിക്കുന്നു. അവിടെ മീൻ ആട് അവിടെ മറന്നിട്ടുണ്ട്. പക്ഷെ കൊച്ചാപ്പി മെയിൻ്റെ തൊട്ടപ്പുറം മുംബൈ ഫാൻ 10 കളി തോന്നി നിരത്തി പൊട്ടിയ ഫാൻ. അതിന്റെ പോയാൻ കാര്യമുള്ളൂ. ഞാനൊരു മുംബൈ ഫാനായിരുന്നു. അതികഠിനമായി കഷ്ടപ്പെട്ടുകൊണ്ട് അച്ഛനും ഞണ്ടും വടംവലിയിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ആളില്ല. അടിച്ചു കാണണ്ട കാണണ്ട പിന്നെ അതെ കഷ്ടപ്പെട്ട് ഇത്ര നാളും കേണ്ടി കിടന്നിട്ട് കേറിയ എടാ തിരുതല മൂരിയാ സ്വാതന്ത്ര്യം കിട്ടിയതിന് വിചാരിച്ചു മേളിലേക്ക് ഒന്ന് പറ്റടിക്കാത്ത. ഓ ഗായ്സ്, അവസാനം നമ്മൾ കിണർ കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് കാണാം. എന്നിട്ട് അടിയിൽ രണ്ടുപേരും നിപ്പുണ്ട്. അവരെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. അവരിതുവരായിട്ട് ആരും കയറ്റിയിട്ടില്ല. അവരിതുവരായിട്ട് ആരും കയറ്റിയിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവരെ കയറ്റാനായിട്ട് ആരും ഇല്ല എന്നാ പറയുന്നത്. നോക്കി, ഒരാളും ഇല്ല. എല്ലാരും പോയി. ഇവരോടെ കിടക്കും. ജീവിച്ചു കൊതി തരണോ? ആ ഡയലോഗ് ഞാനും മറ്റേ യേശു ക്രിസ്തു 3ാമത് ഉയർത്തി ലുക്കില്ലേ? എന്നെ ലുക്കാണ്. എനിക്കൊരു മോഹമോ ഇതാ രാവിലെ റബ്ബർ വെട്ടണ നീ വീട്ടിൽ പോ. കല്ല് വെച്ചെറിയുന്നു. ക്രൂരത. എന്റെ മേത്തന്നെ വീഴുന്നുണ്ട്. സോ കിണറിലാണേലും കിണറിന്റെ ഉള്ളിൽ നിന്ന് വരെ ഷാരോണിനെ ഏറി കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ക്രൂരത, അതിക്രൂരത. ഇവിടുത്തെ കല്ല് വെച്ച് താഴത്തേക്ക് എറിയുക. കല്ലല്ല, ചെളി. എന്ത് സമൂഹം അല്ലേ? കെഞ്ചുവാണ്. താഴെ നിന്ന് രണ്ടുപേര് കെഞ്ചുവാണ്. കയറ്റി വിടുവോ എന്ന് പറഞ്ഞിട്ട്. ഇല്ല, അവരെ കേൾവി ഇവിടെ വെച്ചേ. അതെന്ത് വിചാരം നീ വിചാരിക്കുന്നേ? സൈഡ് അടിപൊളി കേട്ടോ. പില്ലറിന്റെ സൈഡിൽ കൂടെ കൊച്ചാപ്പിന്റെ മോൻ മാത്രം. ചൂലെന്തിയാടാ? ചൂലിട്ടോട്. അതിസാഹസികമായി ഇറങ്ങിയവന്മാർ രണ്ടുപേരും തിരിച്ചു കയറാൻ വേണ്ടി പോകും. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. അമ്പാനെ കൊച്ചാ പിടിക്കണം. ഒരാള് കേറി വരുന്നു ഗായ്സ്. സൂപ്പർ. നീ പൊളിയാണ്, നീ പവറാണ്. നീ തേർമലയുടെ മണിമുത്ത്. ഒരുത്തൻ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നു. സ്റ്റാറാ അഖിലേ. നീ എന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് വരട്ടെ. അല്ലേ ഇത് പുറകോട്ട് പോയിക്കോ. പിന്നെ അവനിങ്ങോട്ട് ഇങ്ങോട്ട് കയറുന്നേ. എന്നാലും ഇപ്പോഴും ഒരുത്തരും കൂടി അടി കൊടുത്തു. നീ കൊടുത്തിന് മാത്രം ബലം കൊടുക്കല്ലേ. നീ ഒന്നും പേടിക്കണ്ട. നീ വലിയ കയറിപ്പോയി.
ഒരെണ്ണം അഴിഞ്ഞു പോയി. വേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ വലിക്കൊന്നും വേണ്ട. അവൻ കേൾക്കട്ടെ, അവൻ ഒറ്റയ്ക്ക് കേൾക്കോളൂ. വലിക്കണ്ട നീ ഹടപടായിക്കാണ്ട് മെല്ലെ കേറ്, മെല്ലെ വേണം. ഒന്ന് നിന്നോ വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കാര്യമാണ് വിചാരിക്കാൻ പിടുത്തം കിട്ടിയാല. നിന്നോ, ഒന്നും കുഴപ്പമില്ല. ഇനി നാല് പടയും കൂടി ഒരു കാര്യം പഠിക്കണ്ട. അവിടെ നിന്ന് കുറച്ച് സിമ്പിൾ ആണ്. അതിനിടയ്ക്ക് ആ കയറൊന്ന് അഴിഞ്ഞു പോയെങ്കിലും എടാ നിന്നോ ആ കയറൊന്ന് അഴിഞ്ഞു പോയെങ്കിലും അവന് അത് തിരിച്ചു നേരോ ഇത്രയും മസിൽ 5 ഇതിന്റെ പടവില്ലതാ. എന്റെ മോനെ നോക്കിയേ, നേരത്തെ എടുത്തിന് സപ്പോർട്ട് സപ്പോർട്ട് എടുത്തു പോയല്ലേ. ആദ്യം മാറില്ലേ? കൈ എടുക്ക ഓ ബോയ്, സക്സസ്ഫുള്ളി റെസ്ക്യൂഡ്. ഓക്കെ, കാൽ സപ്പോർട്ട് കൊടുത്തു കൊച്ചാപ്പി. ഒരു സപ്പോർട്ടും ചെയ്യാതെ വേറെ എടുത്ത് ഫുൾ സപ്പോർട്ട്. ഓ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതിനുള്ളിൽ മടുപ്പ് മാത്രമേ ഉള്ളൂ. കേറിപ്പോൾ എങ്ങനെയാണ് ചന്തിയുടെ സാധനം കഴിഞ്ഞു പോയപ്പോ ഒരു നിമിഷം പേടിച്ചോ? പക്ഷെ നമ്മുടെ മനക്കരുത്ത് പറയില്ല. മനക്കരുത്ത് അടുത്ത് പിന്നെ സപ്പോർട്ടിന് ആവശ്യമില്ല. ഓട്ടോമാറ്റിക് വലിക്കാൻ എല്ലാരും കൂടിയിട്ട് വെടങ്ങന്മാരെ ഇവിടെ അങ്ങ് മറയ്ക്കുമെന്നൊക്കെ പറഞ്ഞേ. ഷാറാണ് ഒരാൾ കൂടെ ഇറങ്ങിയാല് ഇവൻ അങ്ങ് താഴെ വന്നു. ഇവൻ ഇറങ്ങിയായിരുന്നു 2 വടയെ പിടിച്ചിട്ട് തിരിച്ച് അതേപോലെ കയറി. ഡയലോഗ് 100 പിന്നെ ഇവനും ഇത് തന്നെയാ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു കാലേ മസിൽ കയറും, കയറ് പൊട്ടും. ബട്ട് ഞാനൊന്ന് ഇറങ്ങിയേനെ, വേണ്ടാന്ന് വെച്ചതാ. ഒന്നും എടുക്കാതെ വേറെ എടുത്തരാ അവിടെ. മെയിൻ കാൽ സപ്പോർട്ട് കൊടുത്തതിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഗോപ്ര പിടിക്കുന്നത് ശരിയല്ല, അവനൊരു പണിയും എടുക്കുന്നില്ല. നമുക്കിട്ടാ ഓക്കെ. ഈറ്റിംഗ് മാംഗോ മടുത്തു. നമ്മള് ആദ്യമായിട്ട് ഇറങ്ങുന്നോണ്ടാ. അഖിൽവിജയന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് ഉണ്ടായാലും നീ കെട്ടാതെ ഇറങ്ങിയല്ലോ, അത് വലിയ കാര്യമല്ലേ. അവനെ കെട്ടിക്കയറ്റണ്ടോന്നില്ലേ? പേടിച്ചായിരുന്നു കട്ടഴിഞ്ഞ പോയപ്പോളാ. പക്ഷെ കഴിഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ആ ചെളികളുണ്ട്. കൂലി കഴിഞ്ഞു വരുതാ. ആനയുടെ കൂലി കഴിഞ്ഞു വരും. ഇവനെ വലിയ പവറിൽ വലിച്ചില്ല, പതുക്കെ വലിച്ച. ഫസ്റ്റ് വലി തന്നെ ഇവന്റെ കെട്ടടിച്ചു പോയി. അവിടുന്ന് ഒരു ചടിഞ്ഞ കോമഡി അടിച്ചിട്ടുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാനും കേട്ടിട്ടില്ല. അവസാനത്തെ പരിപാടി തീറ്റ. എവിടത്തെ വക ബിരിയാണിയാണ് കിട്ടിയത്. ചിക്കൻ ബിരിയാണി. കിണറ്റിലിറങ്ങിയവർക്ക് 2 ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ 2 ബിരിയാണിക്ക് വേണ്ടി ഞാനും ഭാഗം കിണറ്റിലിറങ്ങി. ഇപ്പം ടോട്ടൽ നമുക്ക് 4 ബിരിയാണി ഉണ്ട്. എവിടെ പോയി നമ്മുടെ 4 ബിരിയാണി? പറയൂ, നിങ്ങൾ പറയൂ. ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. നമ്മള് ബിരിയാണിയെല്ലാം തിന്നു കഴിഞ്ഞ് ഇനി പുഴയിലേക്കുള്ള യാത്രയാണ് ഗൈസ്. പുഴയിലേക്ക് മലയും താണ്ടി പുഴ തേടി നമ്മൾ പോകതാ ഗൈസ്. അതന്നെ, നീ മുങ്ങിപ്പോയ പുഴയാണ്. ഓടിച്ചാറ് മുങ്ങിയ പുഴയിലേക്കാണ് പോകുന്നത്. എന്തോ ഭാഗ്യത്താൽ അത് രക്ഷപ്പെട്ടോണ്ട് ഇവിടെ ശാനുവിന്റെ കൈ. അതന്നെ ദൈവം ശാനുവിന്റെ കൂടി എടാ, പുഴയിൽ ഒട്ടുക്കത്തെ വെള്ളോടാ. ഞാനില്ല. ആ പോ നേരെ പോ. അവിടെ ഇറങ്ങണ്ടേ, ഭയങ്കര വെള്ളമായി. പുഴ ഫുള്ള് വെള്ളം നിറഞ്ഞു. 2 ദിവസം മഴയും കൊണ്ട് ഭയങ്കര വെള്ളമാണ്. ഞാനില്ല, ഞാൻ വെള്ളത്തിൽ ചാടയില്ല.
അല്ലടാ വെള്ളം കൂടിയോ എവിടെയല്ലോ ഇങ്ങനെ നല്ലായിരുന്നു ഇവിടെ ഇവിടെ വെള്ളം വിളിച്ചോ അല്ല ഇവിടെ സൈഡാക്കി വെച്ചോ ഞാനില്ല വെള്ളത്തിൽ ചാടാൻ വെള്ളം പോയി. അങ്ങനെ ഞങ്ങള് തേർമല പുഴക്കടവിൽ നിന്ന് തിരിച്ചു തേർമല പള്ളിയിലേക്ക് പോവുകയാണ്. ഇതിവിടെയുള്ളൊരു ചെറിയൊരു വില്ല മോഡൽ സെറ്റപ്പാണ്. കാണുന്നതാണ് തേർമല പുഴ. ഇതൊരു ഓഫ് റോഡ് റൈഡ് പോലെ തോന്നുമെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടി ഓടിക്കാനായിട്ട് തേർമല പള്ളിയുടെ റിവ്യൂ ആണ് കാണുന്നത്. ബാക്ക് സൈഡിലത്തെ വ്യൂ ആണ്. പള്ളിയുടെ ബാക്കിൽ കൂടി പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നു. കിണർ തേങ്ങി കഴിഞ്ഞിട്ട് അച്ഛനും എല്ലാവരും കുടിച്ചു. എല്ലാവരും കൂടെ കുളിക്കുന്ന രണ്ടു മണിയുടെ കാണുന്നത്. അഖിൽ വിജയന്റെ പുലിയാണ് കാണുന്നത്. അഖിൽ വിജു ആദ്യമായി വണ്ടി കഴുകുന്നതാണ്. വണ്ടി കഴുകി ആദ്യമായി തോപ്പിട്ടിട്ട് ഓടും വൃത്തിയാ എന്റെ തോർത്ത് എന്താ നമ്മൾ മുതുക്കം വഴി പിള്ളേരോടെ കളിക്കുക. ഒരു 10 വീഡിയോ എന്റെ 2 കോളെ കളി കളി പിള്ളേരെ തോപ്പിക്കും. എന്റെ വീട് ഫുട്ബോൾ കളിക്കാൻ